ഗൗതമപ്പോൾ ആ വലിയ വാർത്തയിലേക്ക് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. എയിംസ് 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 എന്ന് പറഞ്ഞ് കേരള ജനതയെ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട്, പഴി ചാരാൻ തുടങ്ങിയിട്ട്, കേന്ദ്രം എയിംസ് തരുന്നില്ല, കേന്ദ്രം അവഗണിക്കുന്നു, കേന്ദ്രം പറ്റിക്കുന്നു എന്ന് സാമൂഹിക മാധ്യമങ്ങളിലും മാധ്യമങ്ങളോടും സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രിമാരും അടക്കം പറഞ്ഞു തുടങ്ങിയിട്ട് പതിറ്റാണ്ടായിരിക്കുന്നു. പക്ഷേ എയിംസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രധാനമന്ത്രിയുടെ ഈ സ്വാസ്ഥ്യ ആരോഗ്യ പദ്ധതി അനുസരിച്ച് നൽകുന്ന എയിംസിന് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ? അത് കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അതിലേതെങ്കിലും പാലിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ? ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ട് കേന്ദ്ര സർക്കാരിന് അറിയിച്ചിട്ടുണ്ടോ? ആ ചോദ്യമാണ് ഇന്ന് രേഖകൾ സഹിതം ജനൻ TV പരിശോധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം എയിംസ് ലഭിക്കുകയാണ്. മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വിവിധ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച എയിംസിന്റെ എണ്ണത്തെ പറ്റി നമുക്ക് പിന്നീട് നോക്കാം. അതായത് 7-ൽ നിന്നും 26-ലേക്ക് എത്തി. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിന് മാത്രം ലഭിക്കുന്നില്ല? അതാണ് പ്രസക്തമായ ചോദ്യം. എയിംസ് എന്ന ആവശ്യമെങ്കിലും പരിഗണിക്കപ്പെടാൻ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തേണ്ടി വന്നു. പക്ഷേ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തത്? എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്? കൃത്യമായ മാർഗരേഖയുണ്ട്. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വന്നിരുന്നു. ഈ ഗ്രേറ്റർ പിറവൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പേരിൽ ഒരു പെറ്റീഷൻ വന്നിരുന്നു. ഇത് പരിഗണിക്കുന്ന വേളയിൽ പല രേഖകളും വെളിച്ചം കണ്ടു. കേന്ദ്ര സർക്കാർ മാനദണ്ഡം എന്താണ് എന്നുള്ളത് കോടതിയിലും എത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത് എന്ന കൃത്യമായ അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ആരോഗ്യ സെക്രട്ടറി ഫയൽ ചെയ്തിരുന്നു. എന്തൊക്കെയാണ് സംഭവിക്കേണ്ടിയിരുന്നത്? എന്താണ് മാനദണ്ഡങ്ങൾ? ഇതിലേക്കൊക്കെ കടക്കാം. നമുക്കൊപ്പം ന്യൂഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത്, തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ്, കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി, കൊച്ചിയിൽ നിന്ന് രേഷ്മയും അരുൺ കൊടുങ്ങൂറും, കോഴിക്കോട് നിന്ന് രമ്യ എന്നിവർ ചേരുകയാണ്. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് പ്രജിത്തും പിന്നാലെ ഐസൻ ജോസും ചേരും. ആദ്യം പ്രജിത്തിലേക്കാണ്. പ്രജിത്ത്, ഈ എയിംസ് 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 എന്ന മന്ത്രം, എന്ന വാഗ്ധോരണി കേൾക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 2021-ൽ കൃത്യമായ പ്രഖ്യാപനം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേരളത്തിന് എയിംസ് നൽകാമെന്ന്. കേരളം എന്തു ചെയ്തു എന്നാണ് ഇന്ന് ജനൻ TV ചോദിക്കുന്നത്. ജനങ്ങളോട് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനോടും. എന്തൊക്കെയായിരുന്നു മാനദണ്ഡം? നമ്മുടെ ഈ ബിഗ് എക്സ്പോസേക്ക് പിന്നിലുള്ള പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജിത് മോഹനൻ. കേരളത്തിന് ലഭ്യമാകേണ്ട വലിയ പദ്ധതികൾ കെടുകാര്യസ്ഥതകൾ മൂലം നഷ്ടമാകുന്ന സാഹചര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദീപ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി നിരവധി പദ്ധതികൾ ഈ രീതിയിൽ പറയപ്പെടുന്നു. അതൊക്കെ ഇല്ലാതെയാക്കുന്ന സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം സംഭവിക്കുന്നത്. ഈ എയിംസ് എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾക്കും അത്രയധികം പഴക്കമുണ്ട്. അതുകൊണ്ട് 2014-ൽ സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചില നടപടിക്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് അതിലുണ്ടായിട്ടുള്ള ചില വീഴ്ചകൾ തന്നെയാണ് എയിംസ് വൈകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. എന്താണ് എയിംസിന് മാനദണ്ഡങ്ങൾ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ എയിംസിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ചില നടപടികൾ 2014 അതിന് മുൻപൊക്കെ ആരംഭിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പുനരുജ്ജീവനമുണ്ട്. അതിനുശേഷം 2021 ഫെബ്രുവരി 14-ന് കൊച്ചിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തിന് എയിംസ് നൽകാമെന്നുള്ള പ്രഖ്യാപനം തത്വത്തിൽ നടത്തുന്നത്. ആ പ്രഖ്യാപനം വന്നതിന് ശേഷവും ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളിലെ പോരായ്മകൾ നമുക്ക് ഒന്നൊന്നായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടാം. ത്തിലേക്ക് വരാം. നമുക്കാദ്യം എന്തായിരുന്നു മാനദണ്ഡം എന്നറിയണം. പ്രധാനമന്ത്രി കൊച്ചിൻ റിഫൈനറീസ് അമ്പലമുകളിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ കൊച്ചിൻ റിഫൈനറീസിന്റെ ഉദ്ഘാടന വേളയിൽ ആണ് കേരളത്തിനായി എയിംസ് പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, യെസ്, പ്രധാനമന്ത്രി എയിംസ് വാഗ്ദാനം ചെയ്തു. പക്ഷേ എയിംസ് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ? എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്? കൃത്യമായ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടില്ലേ? ശ്രീകാന്ത്, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായേ തീരൂ എന്നുള്ളതാണ് വസ്തുത. ഈ എയിംസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, പ്രധാനമന്ത്രി എയിംസ് പ്രഖ്യാപിച്ചതിന് ശേഷം പലകുറി കത്തിടപാടുകൾ നടന്നിട്ടുണ്ട്. കേരളവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും തമ്മിൽ, ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാനവും തമ്മിൽ നടന്ന കത്തിടപാടുകളുടെ വിശദാംശങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് 5 മാനദണ്ഡങ്ങൾ ആണ് ഒരു എയിംസ് ഒരു സംസ്ഥാനത്തിന് അനുവദിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ മാനുവലിൽ ഉള്ളത്. അത് ചട്ടപ്രകാരം അത് പാലിച്ചാൽ മാത്രമേ എയിംസ് അനുവദിക്കാനും സാധിക്കൂ. നമ്മളിത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അല്ല അക്കാര്യത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ അതിന്റെ വ്യവസ്ഥകൾ ഒക്കെ തന്നെ തീരുമാനിക്കുന്നത്. അതിന് ചട്ടപ്പടി വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ കാര്യം,
സംസ്ഥാനം 3 മുതൽ 4 വരെ സ്ഥലങ്ങൾ എയിംസിന് വേണ്ടി നിർദ്ദേശിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലം നിശ്ചയിച്ചാൽ പോരാ, അത് സംസ്ഥാന സർക്കാരുകൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങൾ നിശ്ചയിച്ചാലും പോരാ. പകരം 1 മുതൽ 4 വരെ സ്ഥലങ്ങൾ ഈ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി നിശ്ചയിക്കണം. അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. 2, ഏകദേശം 200 ഏക്കർ വീതമുള്ള സ്ഥലങ്ങളായിരിക്കണം നിർദ്ദേശിക്കേണ്ടത്. എയിംസ് എന്ന് പറയുന്നത് നമ്മൾ ഡൽഹിയിലെ എയിംസ് ഉൾപ്പെടെ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പല സംസ്ഥാനങ്ങളിലെ എയിംസ് കണ്ടിട്ടുണ്ട്. എയിംസ് ഒരു വിശാലമായ കോംപ്ലക്സ് ആണ്. അതിനുള്ളിൽ വരുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ്. അതിവിദഗ്ധരായ ഡോക്ടർമാർ, വിദഗ്ധ ചികിത്സ നൽകുന്ന സംവിധാനങ്ങൾ ഒക്കെ തന്നെ വരേണ്ടതാണ്. 200 ഏക്കറിലായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആരോഗ്യ സംവിധാന സമുച്ചയം അവിടെ പണിതുയർത്തേണ്ടതുണ്ട്. അതിന് 200 ഏക്കർ വീതമുള്ള 4 സ്ഥലങ്ങളാണ് നിശ്ചയിക്കേണ്ടിയിരുന്നത്. 3, 4 വരി പാത വഴിയുള്ള റോഡ് കണക്ടിവിറ്റി അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് മറ്റൊന്ന്. അതായത് 4 വരി ഉൾപ്പെടെ 4 വരി പാത ഉൾപ്പെടെയുള്ള കണക്ടിവിറ്റി അവിടേക്കുണ്ടാകണം. കാരണം എയിംസ് എന്ന് പറയുന്നത് അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ള ഒരു ആശുപത്രിയാകുമ്പോൾ തന്നെ അവിടേക്കുള്ള പാതകൾ, അവിടേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടേക്ക് രോഗികൾക്ക് എത്തിച്ചേരാനുള്ള സംവിധാനം, അവിടെ നിന്നും ധാരാളം ആളുകൾ വന്നു പോകുന്ന ഇടമായി അത് മാറുമ്പോൾ 4 വരി പാതയാണ് അവിടെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മറ്റൊരു മാനദണ്ഡം. മറ്റൊന്ന്, പദ്ധതിക്ക് ജലലഭ്യത പൂർണ്ണമായും ഉറപ്പാക്കണം എന്നുള്ളതാണ്. അത് ആരോഗ്യ മേഖലയിൽ അവിടെ വരുന്ന രോഗികളുടെ ആവശ്യത്തിന്, ആ സംവിധാനത്തിന്റെ, ആശുപത്രി ശൃംഖലാ സംവിധാനത്തിന്റെ ആവശ്യത്തിന്, എല്ലാത്തിനും ശുദ്ധജല ലഭ്യത അത് ഉറപ്പാക്കണം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 3, വൈദ്യുതി വിതരണ ശൃംഖല അത് സമ്പൂർണമായും നടപ്പാക്കണം എന്നതാണ് അതിലെ 5ാമത്തെ മാനദണ്ഡം. വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കണം, അവിടെ കൃത്യമായ വൈദ്യുതി ലഭ്യതയുണ്ട് എന്ന് ഉറപ്പാക്കണം. അങ്ങനെ 5 മാനദണ്ഡങ്ങളാണ് ഇതിനുവേണ്ടി നിശ്ചയിക്കുന്നത്. പെട്ടെന്നൊന്നുകൂടി പോകാം അതിലേക്ക്. സംസ്ഥാനം 3 മുതൽ 4 വരെയുള്ള സ്ഥലങ്ങൾ നിശ്ചയിക്കണം. ഏകദേശം 200 ഏക്കർ വീതമുള്ള സ്ഥലങ്ങളായിരിക്കണം അത്. 4 വരിപ്പാത വഴിയുള്ള റോഡ് കണക്ടിവിറ്റി അവിടെ ഉണ്ടായിരിക്കണം. പദ്ധതിക്ക് ജലലഭ്യത ഉറപ്പാക്കണം. പദ്ധതിക്ക് വൈദ്യുതി വിതരണ ശൃംഖല ഉറപ്പാക്കണം. ഇത്രയുമാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ. ഓക്കെ ശ്രീകാന്ത്, എന്തായാലും 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നൽകിയിരിക്കുന്ന എയിംസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. 2014 ശേഷം ഏതാണ്ട് 26 എന്ന നമ്പറിലേക്ക്, അതുവരെ 7 എയിംസുകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 26 എയിംസ് ആയിട്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. വീണ്ടും പ്രജിത്തിലേക്കൊന്ന് പോകാം. പ്രജിത്ത്, ഈ കേന്ദ്ര ബജറ്റ് നടക്കുന്ന ഘട്ടങ്ങളിൽ വലിയ വിമർശനവുമായി കേരളത്തിലെ 2 മുന്നണികൾ, അത് ഭരണപക്ഷമായിക്കോട്ടെ UDF ആയിരിക്കുന്ന പ്രതിപക്ഷമായിക്കോട്ടെ, ഈ വിമർശനം ഉന്നയിക്കുന്നതല്ലാതെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ ഈ എയിംസ് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ? ഇതുവരെ ഇവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് വിശദീകരിക്കുമോ പ്രേക്ഷകർക്ക് വേണ്ടി? ഗൗതം, എയിംസ് കിട്ടുന്നതിനപ്പുറത്തേക്ക് അത് നഷ്ടമാക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കിതിൻ്റെ നാൾവഴികൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി ചില മാനദണ്ഡങ്ങളിൽ തുടങ്ങി അതിനുശേഷം ആ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് 2014 സമയത്തെ ഒരു സർക്കാർ ഓർഡർ പ്രകാരം കൃത്യമായി പറയുകയാണെങ്കിൽ 4 സ്ഥലങ്ങളാണ് എയിംസിനായി അന്ന് കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ആ 4 സ്ഥലങ്ങളുടെ പേരുകൾ ഓൾറെഡി സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനും മുന്നിലുണ്ട്. പക്ഷേ 2017 വരുമ്പോഴേക്കും, അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം എയിംസുമായി ബന്ധപ്പെട്ട് ആ പേരുകളെല്ലാം മറന്നുപോവുകയാണ് സർക്കാർ. ഒറ്റ പേരിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നം. ഈ കത്ത് എന്നുള്ളത് 2017 ജനുവരി 9 കേരളം കേന്ദ്രത്തിന് നൽകിയ ശുപാർശ കത്തിലാണ് ഒരു സ്ഥലം മാത്രമായി ചുരുങ്ങിയിട്ടുള്ളത്. അതായത് പ്രാഥമികമായിട്ടുള്ള 4 സ്ഥലങ്ങളെങ്കിലും വേണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം പ്രാഥമികമായി തന്നെ അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്ന സ്ഥലങ്ങളിലേക്കൊന്ന് പോകാം. അതിലൊന്ന് കോഴിക്കോട് കിനാരൂരിലെ KSIDCയുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലം ഇത് പിന്നീട് 2022 ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നെട്ടുകാൽത്തേരി ഓപ്പൺ ജയിലിനോട് ചേർന്നിട്ടുള്ള സ്ഥലം, ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലം, അതോടൊപ്പം തന്നെ എറണാകുളം HMDയുടെ കൈവശമുള്ള സ്ഥലം, ഈ സ്ഥലങ്ങളാണ് ആദ്യഘട്ടത്തിൽ കണ്ടിരുന്നത്. എന്നാൽ 2017 വരുമ്പോഴേക്കും കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള ശുപാർശയിൽ ആകെ പറയുന്നത് കിനാലൂരിലെ സ്ഥലം മാത്രമാണ്. അവിടെ ഒരു മാനദണ്ഡം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ വശം എന്നുള്ളത് ഈ കിനാലൂരിലേക്ക് വരുമ്പോൾ
അവിടെ എത്ര സ്ഥലമുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2017 തന്നെ സർക്കാർ നൽകിയിരിക്കുന്ന ഈ കത്തിടപാടുകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ ചോദ്യത്തിനടക്കം നൽകിയിരിക്കുന്ന മറുപടി വെറും 151.58 ഏക്കർ എന്നത് മാത്രമാണ്. അതായത് 200 ഏക്കറെങ്കിലും വേണ്ട, മിനിമം 200 ഏക്കറെങ്കിലും വേണ്ട ഒരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ആകെ കണ്ടെത്തിയിരിക്കുന്നത് 4 സ്ഥലം വേണമെന്ന് പറഞ്ഞിടത്ത് 1 സ്ഥലം മാത്രം കണ്ടെത്തുന്നു. അതും വെറും 151 ഏക്കർ മാത്രമായി ആ സ്ഥലവും ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ 2 പ്രാഥമികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ തന്നെ അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് വീണ്ടും ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഈ KSIDCയുടെ കൈവശം ഉണ്ടായിരുന്ന, പിന്നീട് ആരോഗ്യ വകുപ്പിലേക്ക് കൈമാറിയ ഈ സ്ഥലത്തിന് അവിടെ കൃത്യമായി റോഡ് സൗകര്യം അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ആ പ്രദേശവാസികൾക്ക് എയിംസുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ ഉണ്ടെങ്കിലും അവിടേക്ക് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് അവിടേക്ക് എത്തേണ്ട പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ എതിർപ്പുകൾ ഇവിടെ നിലനിൽക്കുന്നു. ഈ എതിർപ്പുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചത്. ഈ കേന്ദ്രത്തെ അറിയിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വിവരം ലഭ്യമാകുന്നത്, ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ലഭ്യമാകുന്ന ഇത്തരം പ്രപ്പോസലുകൾ സ്വാഭാവികമായും ധനമന്ത്രാലയത്തിലേക്ക് കൈമാറാറുണ്ട്. പക്ഷേ ധനമന്ത്രാലയത്തിലേക്ക് വരുമ്പോൾ ഈ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന നാളത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും ഈ പറയുന്ന അടിസ്ഥാന മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ കേന്ദ്രത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ അത് പരിഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് എയിംസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങൾ എന്നുള്ളത്. നമുക്ക് ഈ പറയുന്ന ഭൂമികളുടെ ഓരോ സ്ഥലത്തേക്കും എങ്ങനെയാണ് 2014 കണ്ടെത്തിയ ഭൂമികളുടെ ഓരോ സാഹചര്യങ്ങളിലേക്കും വേണമെങ്കിൽ പോകാൻ കഴിയും. ഗൗതം, പ്രജിത്ത്, അതാണ് പ്രാഥമിക വിവരം. ഗൗതം, ഇതിൽ 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, എയിംസ് വേണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടോ? ഒന്ന്. ഇനി അത് വേണമെങ്കിൽ അതിന് മറ്റു പരിഗണനകൾ മാറ്റിവെച്ച് സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായ ഇടത്ത് ഈ പദ്ധതിക്ക് പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള ഭൂമി കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രാഥമിക നടപടി അല്ലെങ്കിൽ കടമ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. 2, ഇത് പറയുന്ന പ്രകാരം ഇങ്ങനെ 4 സ്ഥലങ്ങളുണ്ട് അനുയോജ്യമായി എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ സമീപിക്കാം. പകരം ഇത് ഈ അണിയറയിൽ ആരൊക്കെ പ്രവർത്തിച്ചു, തിരശീലയ്ക്ക് പിന്നിൽ എന്തൊക്കെ നടന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിന് പകരം റെക്കോർഡിൽ ഹൈക്കോടതിക്കും കേന്ദ്ര സർക്കാരിനും കൊടുത്ത റെക്കോർഡിൽ ഒരു സ്ഥലത്തേക്ക് മാത്രമായി ചുരുങ്ങുന്നു, കോഴിക്കോട്ടെ കിനാലൂർ. എന്തിനായിരുന്നു ഇത് എന്നുള്ളത് വരും ദിനങ്ങളിൽ, അതായത് പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് മേടിച്ചെടുക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, കിട്ടാതിരിക്കാനുള്ളതെല്ലാം ചെയ്യുകയും ചെയ്തു എന്നാണ് പ്രജിത്തിന്റെ ഓപ്പണിംഗ് റിമാർക്ക് തന്നെ അതായിരുന്നു എടുത്ത നടപടികൾ. എന്നിട്ട് നിരന്തരം പഴിപറച്ചിലും തുടരുകയാണ്. പറഞ്ഞു പറ്റിക്കൽ എന്ന് വെറുതെ പറഞ്ഞതല്ല, കടുപ്പിച്ചു പറയാതെ പറഞ്ഞു പറ്റിക്കൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.